എബ്രോഡ് പഠിക്കാനായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? അതിന് നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന വഴി എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പോവാന്നുള്ളതാണോ? എഡ്യൂക്കേഷൻ ലോൺ ആരാണ്, ഏത് ബാങ്കാണ് ഏറ്റവും കുറഞ്ഞ റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയോ? അതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആവശ്യമുള്ളതെന്നുള്ളതിനെ പറ്റി ധാരണയുണ്ടോ? ആൻഡ് തേർഡ് തിങ്, ഇത് എത്ര ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പരിപാടിയാണെന്ന് വല്ലതും അറിയോ? അതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസീസ് ഒരുപാട് അധികം ഉണ്ട്. അതിനെ പറ്റിയിട്ടുള്ള സ്കാം ഒക്കെ നമ്മളിപ്പോ ഒരുപാടായി കേൾക്കുന്നുണ്ട്. ജർമ്മനിയിലോട്ട് പഠിക്കാൻ വരാനും ജോലി അന്വേഷിച്ച് വരാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ എനിക്ക് ഒത്തിരി മെസ്സേജ് അയക്കാറുണ്ട്. എനിക്ക് എങ്ങനെ ജർമ്മനിയിൽ ജോലി കിട്ടിയ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പുറത്തോട്ട് പഠിക്കാൻ വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എത്രണ്ടാണെന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ അനിയൻ ഇപ്പോൾ ജർമ്മനിയിലാണ് പഠിക്കുന്നത്. മുന്നേ നാട്ടിൽ നിന്ന് ഇതിന്റെ പ്രോസസ്സിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഞാനും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിന്റെ ഡിഫിക്കൽട്ടീസ് ഉറപ്പായിട്ടും എനിക്കറിയാം. അത് തന്നെയാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച ഒരു കാര്യം. ഹലോ, എന്നെ അറിയാത്തവർക്ക് എൻ്റെ പേര് ആർദ്ര. ഞാൻ ജർമ്മനിയിൽ ഒരു IT കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മിസ് ബെറിൻ വ്ലോഗ്സ്. എൻ്റെതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. 2021 എൻ്റെ അനിയൻ +2 കഴിഞ്ഞിട്ട് ഇനി എന്ത് ഹയർ സ്റ്റഡീസ് ചെയ്യണമെന്ന് നമ്മളെ ഇടയിൽ ഒരു ഡിസ്കഷൻ വരണം. ഞങ്ങൾക്കും അവനും താല്പര്യം പുറത്ത് അബ്രോഡ് എവിടെയെങ്കിലും പോയി പഠിക്കാനായിരുന്നു. അതിനെപ്പറ്റി ഡിസ്കഷൻസ് വന്നപ്പോഴൊക്കെ നമ്മളെ ആദ്യത്തെ തോട്ട് എന്ന് പറയണത്, ഇന്ത്യ വിട്ട് എവിടെ നമ്മൾ പുറത്ത് എന്ത് കോഴ്സ് തിരഞ്ഞെടുത്താലും എഡ്യൂക്കേഷണൽ ഫീസ് വളരെ കൂടുതലാണ്. ഏറ്റവും വലിയ കൺസേൺ, ലോൺ എടുത്തു കഴിഞ്ഞാൽ അവനത് അടച്ചു തീർക്കാൻ പറ്റുമോ അവിടെ ചെന്നിട്ട്, അത് സ്ട്രഗ്ലിംഗ് ആയിരിക്കുമോ എന്നൊക്കെ ഉള്ളതായിരുന്നു. പിന്നെ അതേപറ്റി ഒരു ധാരണ ഉണ്ടാക്കിയ പിന്നെ നമ്മൾ ലോണിനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങി. എല്ലാവർക്കും അറിയാം, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ആൾക്കാർക്കൊക്കെ നമ്മൾ പുറത്തു പോയി എബ്രോഡ് എഡ്യൂക്കേഷനെ പറ്റി ചിന്തിക്കുമ്പം എഡ്യൂക്കേഷണൽ ലോൺ അല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഞങ്ങളും അത് തന്നെയാണ് ചിന്തിച്ചത്. ആ സമയത്ത് ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യാണ്, നാട്ടിലിരുന്ന് വർക്ക് ചെയ്യാണ്. കൊറോണ കഴിഞ്ഞ സമയമാണ്, ഓഫീസൊന്നും ഓപ്പൺ ആയിട്ടില്ല. അപ്പൊ ഞാനും അച്ഛനും എപ്പോഴും, അവൻ നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇനീഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങാനായിട്ട് അവനൊരു മടിയാണ്. ഞാനും അച്ഛനായിരുന്നു എല്ലാ പ്രോസസ്സിനും അവനെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നതും എഡ്യൂക്കേഷണൽ ലോണിന്റെ ഒക്കെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നതും. ആ സമയത്ത് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് SBIയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവരായിട്ടും നമ്മളൊന്ന് കൺസൾട്ട് ചെയ്ത സമയത്ത് ഈ എഡ്യൂക്കേഷണൽ ലോൺ എവിടെ ആയിരിക്കും ഇൻട്രസ്റ്റ് കുറവുണ്ടാവുക എന്നൊക്കെ അന്വേഷിച്ചപ്പം അവർക്കും അതിനെപ്പറ്റി വലിയൊരു ധാരണ ഉണ്ടായി കണ്ടില്ല. അങ്ങനെ ഞങ്ങള് ഒരു 5-6 ബാങ്കിലൊക്കെ പോയി നേരിട്ട് തന്നെ അന്വേഷിച്ചു. പിന്നെ അല്ലാതെ ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇൻട്രസ്റ്റ് കുറവിൽ ബാങ്ക് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായെങ്കിലും അതിൻ്റെ ഒന്നും ഒതന്റിസിറ്റി എത്ര ഉണ്ടെന്ന് നമ്മൾ നേരിട്ട് പോയി അന്വേഷിക്കുമ്പം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, നമ്മളൊരു പ്രോപ്പർ ചാനലിലൂടെ അല്ല ഇപ്പൊ പോണത്. ഇങ്ങനെ ബാങ്കുകളിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കുറവ് എവിടെയാണെന്ന് കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കലൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാധാരണ സ്റ്റുഡൻസ് ഇതുവരെ എന്താണോ ഫോളോ ചെയ്തിട്ടുള്ളത് അത് നമുക്കും ഫോളോ ചെയ്യാന്നുള്ള ഒരു റിയലൈസേഷനിൽ എത്തുവാണ്. ഇതല്ല നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഫ്രീ ആയിട്ട് കൺസൾട്ടൻസീസ് ഉണ്ട്. സ്റ്റുഡൻസിന് പ്രോപ്പർ ആയിട്ട് എഡ്യൂക്കേഷണൽ ലോൺ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റിൽ എവിടെ പ്രൊവൈഡ് ചെയ്യുമെന്ന് കൃത്യമായിട്ട് അവരെ ഗൈഡ് ചെയ്ത് അതിന്റെ ഡോക്യുമെന്റ്സ് വരെ ഡോക്യുമെന്റേഷൻ പോലും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുന്ന ഏജൻസീസ് ഉണ്ട്. അങ്ങനെ ഒന്നാണ് ഗ്യാൻതാൻ. സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസയാണ് ഈ കൺസൾട്ടേഷൻ ഫീ ആയിട്ടും സർവീസ് ചാർജ് ഒക്കെ ആയിട്ട് നമ്മുടെ കൺസൾട്ടൻസീസ് ഈടാക്കുന്നത്. ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളും ഒരു കൺസൾട്ടൻസി ത്രൂ ആണ് എൻ്റെ അനിയൻ ഇവിടെ വന്നത്. അവന് എത്രമാത്രം സർവീസ് ചാർജ് കൺസൾട്ടൻസീസ് കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. സോ നമ്മളൊരു സ്റ്റുഡന്റ് ലോൺ ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അതും കൺസൾട്ടൻസി ത്രൂ പോവാതിരിക്കുക. അതായത് ഈ എബ്രോഡ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന കൺസൾട്ടൻസി ത്രൂ പോവാതിരിക്കുക. ഗ്യാൻതൻ അതിന് ഒരു നല്ല പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് എല്ലാ ഗൈഡൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കൺസൾട്ടൻസി ത്രൂവോ അല്ലാതെയോ നിങ്ങൾക്ക് എബ്രോഡ് പഠിക്കാൻ നിങ്ങൾ ഡിസൈഡ് ചെയ്തു, അതിനുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ കണ്ടെത്തി, അല്ലെങ്കിൽ IELTS ക്വാളിഫൈ ചെയ്തു, ഇനി വെയിറ്റ് ചെയ്തിരിക്കുവാണ് ബാങ്ക് ലോണിനെങ്കിൽ നിങ്ങൾ ബാങ്ക് ലോണിന് വേണ്ടി ഈ ഓടി നടക്കുന്നത് ഒരു ഭയങ്കര ഹെക്ടിക് പ്രോസസ് ആണ്. അതിനുവേണ്ടി ഇനി ഓടി നടക്കരുത്. ഗ്യാൻതൻ ത്രൂ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഫ്രീ കൺസൾട്ടൻസി പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഏതൊക്കെ ബാങ്കുകളിലാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി തരാൻ സഹായിക്കും.
എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ടത്, കൊളാട്രൽ വേണോ, സെക്യൂരിറ്റി ഇല്ലാതെ എങ്ങനെ നിങ്ങൾക്ക് ലോൺ കിട്ടും, ഇതിന്റെ എല്ലാം പ്രോപ്പർ ഗൈഡൻസ് അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഈ ലോണിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാന്നുണ്ടെങ്കിൽ, നമ്മൾ ലോണിന് വേണ്ടി നമ്മൾ ഒരു ബാങ്കിനെ സമീപിക്കുമ്പോൾ തന്നെ അവർ നമ്മളോട് പല പേപ്പേഴ്സ് ആയിട്ട് ചോദിക്കും. അത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും, ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ അറിയാൻ പറ്റില്ല നമ്മൾ ശരിക്കും എലിജിബിൾ ആണോ ലോണിന് എന്നുള്ളത്. എനിക്ക് ഇവരിൽ ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള തോന്നിയ ഒരു കാര്യം, നമുക്ക് അവരെ അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരു ഫോം ഫില്ല് ചെയ്യാനാണ് അതും തരുന്നത്. ഓൺലൈനായിട്ട് ഒരു സിമ്പിൾ ഫോം ഫില്ല് ചെയ്യാം. അതിൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. നമ്മൾ കൊളാട്രൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ പ്രൊവൈഡ് ചെയ്യേണ്ടെങ്കിൽ 2% ഇൻട്രസ്റ്റ് കുറവ് അപ്പൊ തന്നെ നമുക്ക് കിട്ടും എന്നുള്ള കാര്യം അവർ നമ്മളെ അറിയിക്കും. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോണിന് എലിജിബിൾ ആണോ എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. എന്റെ പേഴ്സണൽ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് പല ബാങ്കുകളിൽ നിന്ന് റിജക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആക്ച്വലി എന്താണ് ഈ പ്രോസസ്സിൽ സംഭവിക്കണമെന്ന് അറിയാതെ ഇരിക്കുമ്പോൾ തന്നെ അത് തന്നെ നമ്മള് ഇത്രയും IELTS എല്ലാം ക്വാളിഫൈ ചെയ്ത് ഇനിയിപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും യൂണിവേഴ്സിറ്റിയിൽ, അപ്പം ലോൺ ശരിയാവോ ഇല്ലയെന്നുള്ള ഈ ടെൻഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് ഈ ബാങ്കുകൾ അപ്രോച്ച് ചെയ്യുന്ന ആ ഡോക്യുമെന്റേഷൻ പ്രോസസ് ഒക്കെ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഗ്യാൻഡൻ അത് ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഇവരുടെ വർക്കിംഗ് പ്രോസസ് എങ്ങനെയാണെന്ന് ഞാനൊന്ന് ഡീറ്റെയിൽ ചെയ്യാം. ഗ്യാൻഡൻ ഒരു ലീഡിംഗ് എഡ്യൂക്കേഷൻ ഫൈനാൻസിങ് പ്ലാറ്റ്ഫോം ആണ്. ദേ ആർ പാർട്ട്നേർഡ് വിത്ത് നമ്മുടെ ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ ബാങ്കുകളായിട്ടും, യൂണിയൻ ബാങ്ക്, HDFC, ICIC തുടങ്ങി ഞാൻ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ഇവരൊക്കെ ആയിട്ട് പാർട്ട്നേർഡ് ആണ്. അതുകൊണ്ട് സ്റ്റുഡൻസിനെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസ ഇവർക്ക് ആവശ്യമില്ല. റൈറ്റ് സ്റ്റുഡൻസിനെ റൈറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കുന്നതാണ് അവരുടെ ബിസിനസ് മോഡൽ. ഇനി അവരുടെ ലോവസ്റ്റ് ഇൻട്രസ്റ്റ് പ്രൊവൈഡിങ്ങിൽ നമുക്കൊരു ഗ്യാരണ്ടി കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് APR, ആനുവൽ പെർസെൻറ്റേജ് റേറ്റ്. നമ്മൾ കണ്ടെത്തുന്ന ബാങ്ക് ത്രൂ ആണ് നമുക്ക് ലോവസ്റ്റ് എഡ്യൂക്കേഷണൽ ലോൺ റേറ്റ് കിട്ടുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നതെങ്കിൽ ഇവരതിന്റെ ഇൻട്രസ്റ്റിന്റെ ബാക്കി അവർ തന്നെ ലൈഫ് ലോങ് പേ ചെയ്യും എന്നുള്ള ഗ്യാരണ്ടിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സീറോ ചാർജ് എന്ന് പറഞ്ഞാൽ സീറോ ചാർജ് തന്നെയാണ്, അതിൽ ഹിഡൻ കോസ്റ്റ് ഒന്നും തന്നെ ഇല്ല. സോ എനിക്ക് പറയാനുള്ള, ഞങ്ങൾ ഇതറിയാൻ വൈകി പോയി. ഇനി സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ലോണിന് ഡിപ്പെൻഡ് ചെയ്യുമ്പം അവർക്ക് ഒരുപാട് ഇൻട്രസ്റ്റിന്റെ ഒരു ബേർഡൻ ഉണ്ടാവരുത്. റൈറ്റ് ആയിട്ട് അവർക്ക് ഗൈഡൻസ് കിട്ടണം, എവിടെയാണ് ഏറ്റവും കുറഞ്ഞ ലോൺ അവർക്ക് കിട്ടുക എന്നുള്ളത്. മിക്കവാറും എൻ്റെ അനിയനൊക്കെ തന്നെ ഇവിടെ വന്നിട്ടാണ് തമ്മിൽ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് അവർക്ക് ഇത്ര ഇൻട്രസ്റ്റ് കൂടുതലാണെന്നും ഇവിടെ ഇത്ര ഇൻട്രസ്റ്റ് കുറവായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോഴും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നോളജ് എവിടെ ഒന്നും ഗ്രാബ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഒരിക്കലും ഒരു ബാങ്കിൽ ചെന്നിട്ട് ലോണിന് അപേക്ഷിക്കുമ്പം നമുക്ക് അവിടെ ബാർഗെയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒന്നുമില്ല. അവർക്കറിയാം നമ്മളത് നമ്മുടെ ഒരു നീഡാണ്, പെട്ടെന്ന് ഇതിന്റെ ഡോക്യുമെന്റേഷൻ പ്രോസസ്സ് എല്ലാം കഴിയേണ്ടതും ലോൺ അപ്രൂവ് ആവേണ്ടതൊക്കെ നമ്മുടെ ഒരു നെസസിറ്റി ആണെന്ന് അവർക്കും നന്നായിട്ട് അറിയാം. സോ അവര് നമ്മളെ ഒരു രീതിയിലും ബാർഗെയിൻ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ നമ്മൾ വേറെ ആരെങ്കിലും ത്രൂ ഒക്കെ ട്രൈ ചെയ്യുന്നതോ ഒന്നും അവർ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കില്ല. മാത്രമല്ല, ഗ്യാൻഡൻ പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു കാര്യം, ഇവരുടെ ടേൺ അറൌണ്ട് ടൈം എന്ന് പറയുന്നത് സാധാരണ ബാങ്കുകൾ ത്രൂ നമുക്ക് ഡോക്യുമെന്റേഷൻ എല്ലാം കഴിഞ്ഞ് ലോൺ അപ്രൂവ് ആയി വരുന്നതിലും ഹാഫ് ദ ടൈമേ ഇവർ ത്രൂ പോകുമ്പോൾ നമുക്ക് ആവുന്നുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ ഒരു വലിയൊരു ഭാരമാണ് ഇല്ലാണ്ടാവണം. ശരിക്കും പറഞ്ഞാൽ ഈ ഡോക്യുമെന്റേഷൻ പ്രോസസ്സ് വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒരിക്കൽ നമ്മൾ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേപ്പർ വേണം എന്നുള്ള കാര്യം തന്നെ നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പിന്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും അറിയാൻ പറ്റുന്നത് പോലും. അത് ഭയങ്കര നമ്മളെ ടെൻഷനിൽ കൊണ്ടെത്തിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അതൊന്നും ഇല്ലാതെ ഗ്യാൻഡൻ ത്രൂ നിങ്ങൾ പോവാണെന്നുണ്ടെങ്കിൽ സീറോ ചാർജ്, 1 രൂപ പോലും കൊടുക്കാണ്ട് നമുക്ക് ഓൺലൈനായിട്ട് അവർ തന്നെ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ കോഴ്സ്, നിങ്ങൾ ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കാൻ പോണേ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ മണി എന്ത് രീതിയിലാണ് നിങ്ങൾ കൊളാട്രൽ സബ്മിറ്റ് ചെയ്യാൻ പോണേ, കൊളാട്രൽ കൊടുക്കുന്നുണ്ടോ, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് അതിൽ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2% ഇൻട്രസ്റ്റ് അവിടെ തന്നെ ലോവർ ആക്കി കിട്ടും. മാത്രമല്ല ഇതിന്റെ മൊത്തം ഡീറ്റെയിൽസ്, അവരുടെ പ്രോസസ്സ്, നിങ്ങൾക്ക് അവരെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ്. അവർ ത്രൂ തന്നെ, ഗ്യാൻഡൻ തന്നെ നിങ്ങൾ ത്രൂ തന്നെ ലോൺ എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ, പലർക്കും ഇന്ത്യയിൽ ഇപ്പോഴും അറിയില്ല, ഇവര് നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയതുകൊണ്ടായിരിക്കാം പലർക്കും അറിയാത്തത്. നമ്മൾ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
എന്തൊക്കെ സ്റ്റേജസിലാണ്, സ്റ്റേറ്റസ് എന്താണ് നിങ്ങളുടെ ഡോക്യുമെന്റ്സിന്റെ എന്നൊക്കെ ഇവര് തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഗൈഡൻസ് തരും, പ്രോപ്പറായിട്ട് അവർ പറഞ്ഞു തരും. നിങ്ങൾ പ്രോസസ്സിങ്ങിലാണോ, റിജക്റ്റഡ് ആണോ, ഇന്ന ബാങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ആണ് പറഞ്ഞത്, അതിന് ലോവർ ട്രൈ ചെയ്യണോ എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഇനി നിങ്ങൾ ഒരു നെക്സ്റ്റ് സ്റ്റേജിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഡോക്യുമെന്റേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് അവരുടെ ഏജൻസ് നമ്മുടെ മേജർ സിറ്റീസിലെല്ലാം അവർക്ക് സർവീസ് ഉണ്ട്. അവർ നേരിട്ട് വേണമെങ്കിൽ വന്ന് കളക്ട് ചെയ്യും. നമുക്ക് ഓൺലൈനായിട്ടും അവരുടെ എല്ലാ സർവീസും ആക്സസ് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ലോൺ അപ്രൂവ് ആയി കഴിഞ്ഞാൽ ബാങ്ക് ത്രൂ അവരുടെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണോ നിങ്ങൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്തത്, നോർമൽ പ്രോസസ്സ് പോലെ തന്നെ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ആവുന്നതാണ്. ആൻഡ് ഇത് നോർമൽ പ്രോസസ് ആണ്. പക്ഷെ ഇത് ടൈം കൺസെപ്ഷൻ കുറച്ച് തരുന്നതിൽ ഗ്യാൻഡന് വളരെ വലിയൊരു റോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ കരുതുന്നത്. ഗ്യാൻഡൻ 3400-ലധികം യൂണിവേഴ്സിറ്റീസിൽ ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻസിന്. 15,000+ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്കും ചെക്ക് ചെയ്യാവുന്നതാണ്. 5000 കോടിയോളം ലോൺ എഡ്യൂക്കേഷണൽ ലോൺ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ചെറിയ ഒരു ടൈം പീരീഡ് കൊണ്ട് തന്നെ. അതിന്റെ ഒതന്റിസിറ്റിയിലൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് ഇറ്റ് ഇസ് ഫ്രീ ഓഫ് കോസ്റ്റ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നമ്മളൊരു ഏജൻസി ത്രൂ അല്ലെങ്കിൽ ഒരു ഏജന്റ് ത്രൂ ഒക്കെ പോവാണെന്നുണ്ടെങ്കിൽ അവർക്കും നമ്മൾ പൈസ കൊടുക്കണം. ആൻഡ് അവര് കൂടുതൽ ഫേവർ ചെയ്യുന്ന ബാങ്കിനെ തന്നെ ആയിരിക്കും, നമ്മളെ ആയിരിക്കില്ല. സോ ഏറ്റവും ഇൻട്രസ്റ്റ് കുറവില് എവിടെ ലോൺ കിട്ടും എന്നറിയാൻ നിങ്ങൾ ഈ ഫ്രീ സർവീസ് ഒന്ന് ആക്സസ് ചെയ്ത് നോക്കുന്നത് ഉറപ്പായിട്ടും നല്ലതായിരിക്കും. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.